കുഞ്ഞു പ്രായം തൊട്ട് കഴിക്കാൻ ഒരുപാട് ഇഷ്ടം, എന്നാൽ ഒരുക്കാൻ ഇഷ്ടമില്ലാത്തൊരു മുതലാണ് കേട്ടോ കൂർക്ക. അതുകൊണ്ട് തന്നെ പച്ചക്കറി കടയിൽ പോയി ഞാൻ ഈ മുതലിനെ മേടിക്കാറില്ല. ഈ പ്രാവശ്യം ഇച്ചാൻ്റെ അടുത്ത് എന്തെങ്കിലും കറി വയ്ക്കാൻ പറഞ്ഞപ്പോൾ കൂർക്ക തന്നെ മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ അമ്മമാരുടെ ഉപദേശമൊക്കെ സ്വീകരിച്ച് ഒരു കൂട്ടിലേക്ക് അങ്ങിട്ട് അച്ചാടും മുച്ചാടും തല്ലിയെടുത്തപ്പോൾ കുറച്ച് തൊലിയൊക്കെ അങ്ങ് പോയിട്ടോ. നന്നായി ഒന്ന് ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. പിന്നെ കുറച്ച് തേങ്ങ കൊത്തും സവോളയും കറിവേപ്പിലയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിനുപ്പും വെള്ളം കൂടി ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. ചെറുള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി ചതച്ചെടുക്കാം. നമ്മുടെ കൂർക്കയൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു തവ വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനകത്തേക്ക് കടി ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് ചതച്ച മിശ്രിതം ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് ഈ വേവിച്ച് വെച്ച കൂർക്കണ്ടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിനകത്ത് ഗരം മസാലയോ മല്ലിപ്പൊടിയൊക്കെ ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ചേർക്കാം കേട്ടോ. അങ്ങനെ ചേർത്താലും നല്ല ടേസ്റ്റാണ്. ഇപ്പം ഞാനിവിടെ വറ്റൽ എല്ലാവർക്കും ഇഷ്ടമായ കാരണം മസാലയൊന്നും ചേർക്കുന്നില്ല. ഈ കറിയുടെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ തേങ്ങക്കൊത്താണ് കേട്ടോ. കൂർക്കയ്ക്കകത്ത് ഇടുന്ന തേങ്ങക്കൊത്തിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി കൂർക്ക മേടിക്കുമ്പോൾ ഇതുപോലെ തേങ്ങക്കൊത്തൊക്കെ ഇട്ടൊന്ന് വെച്ച് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.